മത്തായി 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. മത്തായി 12:1. അക്കാലത്ത് ഒരു സാബത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അവന്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി. ഫരിസേയർ ഇത് കണ്ട് അവനോട് പറഞ്ഞു, നോക്കൂ, സാബത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. അവൻ പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചതെങ്ങനെ? അല്ലെങ്കിൽ സാബത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാബത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട്. ഇതിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചിരിക്കണേ. അതായത് ഇപ്പോഴും ഉപവാസത്തെ ഈശോ കോംപ്രമൈസ് ചെയ്യുകയാണ്. എന്താ കാര്യം? അവർക്ക് വിശന്ന് അവർ ഭക്ഷണം കഴിച്ചു. അവിടെ കയ്യില്ലായിരുന്നു. കണ്ട ഗോതമ്പ് പാടത്തൂടി പോകുമ്പോൾ അവിടുന്ന് സാപത്തിൽ നിന്ന് പോലും അവർ ഭക്ഷണം എടുത്ത് കഴിച്ചപ്പോൾ കർത്താവ് വിശപ്പിന് പ്രാധാന്യം കൊടുത്ത് ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഉപവാസം ഇല്ല. പക്ഷെ പുള്ളി അവർ ഉപവസിക്കണില്ല. പക്ഷെ ഉപവാസം ഇല്ലാതെ ഇങ്ങനെ തിന്ന് നടന്നാൽ ചില സമയത്ത് അത് ഓക്കെ ആകത്തില്ല. അതുകൊണ്ടാണ് പിശാച് ബാധനെ കൊണ്ടുവരുന്നത്. പിടിയിട്ടില്ലേ? ഈ ഗോതമ്പ് കണ്ടവൻ്റെ വീട്ടിൽ നിന്ന് വരെ ഗോതമ്പും കണ്ടതിൽ നടന്ന പാർട്ടി ഒരു മേജർ പ്രോബ്ലം വന്നാൽ ഇവർ ജപ അടിക്കേണ്ടി വരും. പക്ഷെ അവരെന്നിട്ട് ആ പിശാച് ബാധന ഇവരെ മണ്ണും കുത്തി എറിഞ്ഞിട്ട് ഓടിച്ചു കളഞ്ഞു. ഇവരോടി. പിശാച് ബാധന ഓടിയില്ല, ഇവരോടി. അവർക്ക് വലിയ ക്ഷയമായി. ഉപവാസത്തിൽ നിങ്ങൾ ഉപവാസം ഉടപ്പിയാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ക്ഷയമുണ്ടാവും. എന്താ കാര്യം? ഒരു മേജർ പ്രോബ്ലം വരണതിൻ്റെ ഉദ്ദേശം നിങ്ങൾ ഉപവസിച്ച് ബലം പ്രാപിക്കാൻ വേണ്ടിയാണ് വരണത്. അപ്പോൾ അപ്പോസ്തലന്മാർ വന്ന് ചോദിച്ചു. അതെവിടെയാണ് ചോദിച്ചിരിക്കണേ? മത്തായി 17:19. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. ഉപവാസത്തിൽ സ്കൾക്കിംഗ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? അല്പവിശ്വാസമാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പം ഇതിങ്ങനെയാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഉപവസിക്കണില്ല, ഉഴപ്പി. അപ്പോൾ നിങ്ങൾ പറയാൻ ആൾക്ക് 60 വയസ്സായി, എനിക്ക് ഉപവസിക്കേണ്ട കാര്യമില്ലെന്ന് പറയും. ഒരാൾ പറയാം, എനിക്ക് രോഗമാണ്, സഭ പറഞ്ഞിട്ടുണ്ട് രോഗികൾക്ക് ഉപവസിക്കേണ്ട കാര്യമില്ലെന്ന്. അപ്പോൾ എന്തെങ്കിലും മുട്ടായി വിത്തിയൊക്കെ എടുത്തിട്ട് മുടന്തന്യായം പറഞ്ഞിട്ട് നമ്മൾ ഉത്തരവാദിത്വം സ്കൾക്ക് ചെയ്യും. അതിൻ്റെ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാവന്? അല്പവിശ്വാസമാണ്. ചില ഉടമ്പടി എടുക്കുന്നുണ്ട്, പക്ഷെ ഉപവസിക്കണില്ല. അതിൻ്റെ കാര്യം എന്താ? അപ്പം നിങ്ങൾക്ക് മേജർ പ്രോബ്ലത്തെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനെ ബഹിഷ്കരിക്കാൻ കഴിയാതിരുന്നത്? ഇപ്പോൾ കർത്താവ് എന്താ പറയണത്? 17:21. അതായത് പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ നിങ്ങൾക്കതിനെ ബഹിഷ്കരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഉപവാസ രംഗത്ത് വന്ന് കർത്താവ് 17 മത്തായി 12 കോംപ്രമൈസ് ചെയ്ത ഉപവാസം ഇപ്പം എന്താണ്? മസ്റ്റായിട്ട് വന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കേണ്ടെന്ന് പറഞ്ഞ് വിട്ട ലെസനാണ്. പക്ഷേ എപ്പോഴായാലും പഠിക്കാതെ പറ്റത്തില്ല. 10ാം ക്ലാസ് ആയപ്പോൾ ആ ലെസൺ വീണ്ടും ചോദിച്ചു. 4ാം ക്ലാസ് ആയതുകൊണ്ടാണ് അത് പഠിക്കേണ്ടെന്ന് പറഞ്ഞത്. അത് നിനക്ക് തലേ കയറത്തില്ലെന്ന് പറഞ്ഞത്. പക്ഷെ പഠിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഉപവാസത്തെ നമുക്ക് സ്കൾക്ക് ചെയ്യാൻ പറ്റത്തില്ല.
ഇനി എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറയുമ്പോഴും വരുന്നൊരു വിശ്വാസം എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിശ്വാസം കൊണ്ടല്ലേ ആൾക്കാർ പ്രാർത്ഥിക്കണത്. പിന്നെ എന്താണ് ഉപവസിക്കണത്? എന്താണ്? പ്രത്യാശിച്ച ആൾക്കാരെല്ലാവരും ഉപവാസത്തോടെയാണ് കർത്താവിനെ കാത്തിരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം മാതാവൊക്കെ എന്ത് ഉപവാസത്തിൻ്റെ ആൾക്കാരാണ്. എല്ലാ ചേടത്തിമാരും എല്ലാ സ്ത്രീകളും കർത്താവ് ദൈവപുത്രൻ അവിടെ ഉദരത്തിൽ ജനിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഉപവസിച്ചുകൊണ്ടിരുന്നതാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ കാത്തിരിപ്പാണ് ഉദ്ദേശിക്കുന്നത്, പ്രത്യാശയാണ്. മനസ്സിലായില്ലേ? ഉപവാസം എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഉപവസിക്കുന്നത്? പ്രത്യാശയുടെ പ്രകടന രൂപമാണ് ഉപവാസം. അല്ല പട്ടിണി നിന്നിട്ട് നമ്മൾ വയറും കുഞ്ഞിട്ട് കർത്താവ് ഞാൻ കട്ടപ്പെട്ട കണ്ടില്ല കർത്താവ്, ഈ ത്യാഗങ്ങളും കണ്ട് കർത്താവ് എന്നെ എന്തെങ്കിലും സഹായിക്കും, അതിനല്ല ഉദ്ദേശിക്കുന്നത്. ഉപവാസം എന്ന് പറയുന്നത് പ്രത്യാശ എന്ന പുണ്യം ആക്ടിവിറ്റി ചെയ്യണം. നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചു അല്ലേ? പ്രാർത്ഥന എന്താണ്? വിശ്വാസം എന്ന പുണ്യമാണ് പ്രാർത്ഥനയിലൂടെ നമ്മൾ ആക്ടിവിറ്റി ചെയ്യണത്. ഉപവാസം എന്താണ്? പ്രത്യാശ എന്ന പുണ്യം നമ്മൾ ആക്ടിവിറ്റി ചെയ്യും. കാരണം എന്താണ്? പിതാക്കന്മാർ എല്ലാവരും പ്രാർത്ഥിച്ച് ഉപവസിച്ചുമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ കാത്തിരുന്നത്. ഇന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രാർത്ഥന എന്താണത്? വിശ്വാസത്തിൻ്റെ പ്രകടരൂപം പ്രാർത്ഥന. ഉപവാസം എന്താണത്? പ്രത്യാശയുടെ പ്രകടരൂപം. നമ്മൾ ഉപവസിച്ച് എന്താ അർത്ഥം? നമ്മൾ പട്ടിണി നിന്നിട്ട് ദൈവത്തിന് എന്ത് കിട്ടാനാ? ദൈവത്തിന് കിട്ടണത് നമ്മൾ ആ വിഷയത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. കർത്താവിൽ നമ്മൾ പ്രത്യാശ അർപ്പിക്കുന്നു. അതിന് പകരം അത് കർത്താവിൽ നമ്മൾ പ്രത്യാശ അർപ്പിക്കുന്നുവെന്ന് ദൈവത്തോട് പറയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഉപവസിക്കണത്. റെഡിയാ? അപ്പോൾ ഉപവസിക്കണത് എന്തിനാണ്? പ്രത്യാശ എന്ന പുണ്യം. ഇപ്പം നമ്മൾ ജപമാല പ്രാർത്ഥിക്കുമ്പോൾ എന്താ? ഞങ്ങൾ പ്രത്യാശ എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുവാൻ നിരത്തിക്കുവാനോട് അപേക്ഷിക്കണമേ. അത് തന്നെയാണ് നമ്മൾ ഉപവസിച്ചുകൊണ്ട് ദൈവത്തോട് പറയുന്നത്. എന്താണ്? ഞാൻ ഉപവസിക്കുന്നു. കാര്യം എന്താണ്? നിന്നിലുള്ള എൻ്റെ പ്രത്യാശയെ ഞാൻ പ്രകടിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം ഇപ്പോൾ ഓരോ പ്രോബ്ലംസിനും കറസ്പോണ്ടായിട്ടുള്ള മെഷീനറിയാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പം ചില സ്ക്രൂ ഒക്കെ തിരിക്കാൻ സ്ക്രൂ ഡ്രൈവർ ഒരു 8-ൻ്റെ സ്ക്രൂ ഉണ്ട്. സ്പാനർ എടുക്കുമ്പോൾ 8-ൻ്റെ സ്പാനർ എടുത്തതെന്ന് പറയത്തില്ലേ? അപ്പോൾ അത് 8-ൻ്റെ തിരിച്ച് കഴിഞ്ഞാൽ തിറങ്ങും. ചിലത് പറയും ഇത് 8-ൻ്റെ പിടിക്കണില്ല 14-ൻ്റെ എടുക്കാൻ പറയും. അപ്പോൾ മെക്കാനിസ്റ്റുകൾ ഉടനെ 14-ൻ്റെ എടുത്ത് കൊടുക്കും. അപ്പോൾ 14 ഇട്ട് തിരിക്കും. അപ്പോൾ ചിലത് പ്രാർത്ഥന കൊണ്ട് നടക്കത്തില്ല, 8-ൻ്റെ കൊണ്ട് നടക്കത്തില്ല. പിന്നെ ദൈവം ഉപവാസം കയറ്റിവിടും 14-ൻ്റെത്. ചിലത് 14-ൻ്റെ കൊണ്ടും നടക്കത്തില്ല. ഡ്രില്ലർ കൊണ്ടുവന്നിട്ട് തിരിക്കേണ്ടി വരും ആ സാധനം. അതിനാണ് സ്നേഹം എന്ന് പറയണത്. വിശ്വാസം അറിവ് കൊണ്ട് വിശ്വാസത്തിന് ആദ്യ നിലവാരം പ്രഥമ പാഠങ്ങൾ എന്തിനുള്ളതാണ്? പിന്നിടാൻ വേണ്ടിയുള്ളതാണ്, തള്ളിക്കളയാൻ വേണ്ടിയുള്ളതാണ്. അവിടെ 90 വയസ്സ് വരെ പ്രഥമ പാഠം കടിച്ചതും കിടക്കരുത്. 90 വയസ്സായി ഇപ്പോഴും വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠമാണ്. എന്താ പ്രശ്നം? നിങ്ങൾ ഈ ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രം ആഗ്രഹിച്ചാണ് ഇത് കർത്താവിൽ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ സാത്താൻ ഭക്ഷണത്തിന് പോയില്ലേ? അവരെയൊക്കെ അറിയാം ഈ ജീവിതം മാത്രമേ അങ്ങനെയൊക്കെ ഉള്ളെന്നറിയാം. അതുകൊണ്ട് സാത്താനെങ്കിൽ സാത്താൻ, കള്ളനോട്ടെ, കരിഞ്ചന്ത. അപ്പോൾ അവിടെ പോയാൽ പിന്നെ പ്രാർത്ഥന പോലും ആവശ്യമില്ല. പോകൃത്തിരക്കാണ് ജീവിക്കുക. 5 പെണ്ണുങ്ങളെ 10 പെണ്ണുങ്ങൾ ഉപയോഗിക്കാം, 10 ആണുങ്ങളെ ഉപയോഗിക്കാം, എത്ര വേണമെങ്കിൽ ഡൈവേഴ്സ് ചെയ്യാം. നമുക്ക് ബിസിനസ് വളർന്ന് സാത്താനടുത്ത് വരുമ്പോൾ ഈ ഉപവാസമില്ല, പ്രാർത്ഥനയുമില്ല, ഒരു പ്രശ്നവുമില്ല. വൃത്തികെട്ട എല്ലാത്തരം പരിപാടിയും കാണിച്ചാലും ശരി, അതനുസരിച്ചുകൊണ്ട് ഭൗതിക ഉയർച്ച ഉണ്ടാകും. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്. ഈശോ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഡു യു വാണ്ട് ടു ഗോ? നിങ്ങൾക്കും പോകണമെന്ന് ഉണ്ടോ? എപ്പോഴും നമ്മളോട് നമ്മുടെ സിലബസ് വലുതാക്കിക്കൊണ്ട് കർത്താവ് ചോദിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾക്കും പോകണമെന്നുണ്ടോ? അപ്പോൾ എപ്പോഴും അതൊരു ചോദ്യമാണ്. അപ്പോഴേ കുറേ പേര് പോകും അല്ലേ? അതെടുത്തേ 6:63 എടുത്തേ യോഹന്നാൻ്റെ സുവിശേഷം. കട്ടിയാക്കി കർത്താവ് സിലബസ് കട്ടിയാക്കും. പിതാക്കന്മാരെ മരുഭൂമി വെച്ച് മഞ്ഞ ഭക്ഷിച്ചു, അതുപോലെ ഈ അപ്പം ഭക്ഷിക്കുന്ന
നിത്യം ജീവിക്കാൻ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. അപ്പോൾ എൻ്റെ ശരീരം തന്നെയാണെന്ന് പറയുമ്പോൾ സിലബസ് കട്ടിയായി. അവർ ചോദിക്കും, ഇയാളുടെ ശരീരം, ഇയാൾ യൗസേപ്പിൻ്റെ മകനല്ലേ, മറിയമല്ലേ ഇയാളുടെ അമ്മ, ഇയാളുടെ ശരീരം നമ്മളെങ്ങനെ ഭക്ഷിക്കണത്, ഇതെന്നെ വർത്താനം ചോദിക്കും, കഠിനമാണെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരിട്ട് സിലബസ് കഠിനമാക്കും, വിശ്വാസത്തിൻ്റെ വിഷയം കഠിനമാക്കും. വിശ്വാസത്തിൻ്റെ വിഷയം കഠിനമാക്കുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് വന്നതിൻ്റെ അർത്ഥം വിശ്വാസത്തിൻ്റെ വിഷയം കഠിനമാകും. ഇപ്പം അതിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് എന്താണ്? ഇനി പക്വതയാണ് ഉള്ളതാണ്. അടയാളമില്ലാത്ത കാലം അമ്മയോടൊപ്പം എന്ന് പറഞ്ഞ് എനിക്കൊരു പുസ്തകമുണ്ട്. അതായത് പക്വതയ്ക്ക് വളരുമ്പോൾ പിന്നീട് ആ ഒരു ഭാഗം എടുത്ത് യോഹന്നാൻ 6:67. യോഹന്നാൻ 6:67. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കൊടയും. എൻ്റെ അർത്ഥം എന്താ? ഇട്ടും പൊടാന്നതിൻ്റെ അർത്ഥം ഇനിയുള്ള പാഠം നിങ്ങൾ നിൽക്കണമെന്നില്ല, കരുതിത്തിൽ കട്ടിയാണ്. കർത്താവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ്. പ്രഥമ പാഠങ്ങൾ പിന്നിടുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഡ്രൈനെസ് തോന്നും. എൻ്റെ പേര് സ്വപ്ന. ഞാൻ വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2022 നവംബർ 12-ാം തീയതിയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യമേ ഈശോയ്ക്കും അമ്മമാതാവിനും പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് 2ാമതൊരു സാക്ഷ്യം കൂടി പറയാൻ എനിക്ക് അവസരം തന്ന ഈശോയ്ക്കും അമ്മമാതാവിനും ആദ്യമേ 1000 നന്ദി പറയുന്നു. ഇന്നെനിക്ക് പറയാനുള്ള ഒരു വലിയ, എൻ്റെ ജീവിതത്തിൽ ജൂൺ മാസം 1-ാം തീയതി നടന്ന വലിയൊരു അത്ഭുതമാണ് എനിക്ക് പറയാനുള്ളത്. അമ്മമാതാവ് വഴി എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അത്ഭുതം എന്ന് വെച്ചാൽ, എൻ്റെ കൂടെയുള്ളത് എൻ്റെ മകനാണ്. അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ജൂൺ 1-ാം തീയതി അവന് പെട്ടെന്നൊരു ഫുഡ് പോയ്സൺ വരികയും, അതായത് അവൻ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് ഞായറാഴ്ച അവൻ പള്ളിയിൽ ആൾത്താരയ്ക്ക് ശുശ്രൂഷയ്ക്ക് കയറുന്നതാണ്. അപ്പം ഞായറാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടി അവൻ എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് ടെമ്പറേച്ചർ വെളുപ്പിന് 3:30 ആയപ്പോൾ അവൻ പെട്ടെന്ന് എഴുന്നേറ്റൊന്ന് ഛർദ്ദിച്ചു. ഉറക്കത്തിൽ നിന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ല, കിടന്നുറങ്ങിയായിരുന്നു. പക്ഷേ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ടെമ്പറേച്ചർ. അപ്പോൾ കുളിക്കാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ നീ പള്ളിയിൽ വരേണ്ട, കുഴപ്പമില്ല, കിടന്നോ എന്ന് പറഞ്ഞു. ഞാൻ പനീൻ്റെ ഒരു ടാബ്ലറ്റും കൊടുത്തു. ഞാൻ പള്ളിയിൽ പോയി. മമ്മിക്കും ചെറിയ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മമ്മിയും വന്നില്ലായിരുന്നു. ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ മോൻ സെറ്റിയിൽ കിടന്നുറങ്ങുമായിരുന്നു. അപ്പം ഞാൻ ഉറങ്ങുവാണല്ലോ, ശല്യപ്പെടുത്തേണ്ടത് ഞാൻ അവനെ വിളിച്ചൊന്നുമില്ല. അതേ, ഞാൻ കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഹാളിൽ കൂടെ പോകുമ്പോൾ അവൻ സെറ്റിയിൽ കണ്ണു തുറന്ന് ഇങ്ങനെ കിടക്കുന്ന കണ്ടു. സെറ്റീൻ്റെ ഒരു അഴിയിൽ കൂടി ഞാൻ കണ്ടത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു നോസിയ പോലെ ഇങ്ങനെ ഓക്കാനം പോലെ ഇങ്ങനെ വന്നു. അപ്പം ഞാൻ ശബ്ദിക്കാനെന്ന് ഓർത്തിട്ട് പെട്ടെന്ന് ഞാൻ അവനെ എണീപ്പിച്ചിരുത്തിയിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവന് പറയാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ആ ഒരു സെക്കൻഡിൽ തന്നെ ഒരു 3 പ്രാവശ്യം അവിടെ ഇരുന്ന് അവൻ ഞെട്ടി. ആ സമയത്ത് തന്നെ ഒരു അപസ്മാരം പോലെ പെട്ടെന്ന് കൈയൊക്കെ കോച്ചി പിടിച്ചൊരു പത പോലെ വായിക്കിടെ വന്നു. ചുണ്ടെല്ലാം കൂടി നീല കളറായി. ഒരു പൾസ് റേറ്റ് പോലും ഇല്ല. പെട്ടെന്ന് തന്നെ മോൻ അവിടെ ബോധം കെട്ട് വീണു. ഒരു മിടിപ്പോ ഒന്നുമില്ലായിരുന്നു മോൻ്റെ ശരീരത്തിൽ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് അറിയില്ല. ഞാൻ നേഴ്സായിട്ട് പോലും എനിക്ക് ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആകെപ്പാടെ ഭയങ്കര ടെൻഷനായിപ്പോയി. പെട്ടെന്ന് അടുത്ത വീട്ടിലെല്ലാവരും വന്നു. വേഗം മോനെ തറയിൽ കിടത്തി. ഞാനപ്പോൾ ഒന്ന് CPR കൊടുത്തു. CPR കൊടുത്തപ്പോൾ അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് കരഞ്ഞെങ്കിലും ഒരു ഡിസോറിയൻറ്റഡ് പോലെയായിരുന്നു. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ എനിക്കെന്നും എൻ്റെ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കൊന്തയുടെ കൂടെ എന്നും ഉണ്ടാകും. എനിക്ക് എന്ത് ആപത്തുണ്ടായാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ അപ്പം മാതാവിൻ്റെ കാശുരൂപത്തെ മുറുക്കെ പിടിച്ച് ഞാൻ പറയും, അമ്മ മാതാവേ, സഞ്ചാരി മാതാവേ, സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ കാശുരൂപം ഊരിയിട്ട് ഞാൻ അവൻ്റെ കയ്യെ പിടിപ്പിച്ചിട്ട് അന്നേരമൊന്നും അവൻ കോൺഷ്യസ് ആവുന്നില്ല. ജസ്റ്റ് കോൺഷ്യസ് ആയപ്പോഴാണെങ്കിൽ അവനൊരു പരസ്പര ബന്ധമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അന്നേരം എല്ലാം ഞാൻ മാതാവിൻ്റെ കാശുരൂപം അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിക്കാൻ കൊടുത്തിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മാതാവെ സഹായിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് പതിയെ അവൻ പിന്നെ പേരൊക്കെ ചോദിച്ചു, പേരൊക്കെ സംസാരിച്ച് പേരൊക്കെ ഒന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി വീട്ടിൽ പോയിട്ടൊന്ന് സാധനങ്ങൾ എടുക്കാൻ പോയ സമയത്ത് ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി കൃപാസനത്തിലെ ബോക്സ് എടുക്കണം എന്ന് പറഞ്ഞു. അതായത് ആ ബോക്സിൽ ആണ് ഞാൻ
ഉപ്പും തൈലും തേനും എല്ലാം സൂക്ഷിക്കുന്ന, മാതാവിൻ്റെ ഉപ്പും എല്ലാം സൂക്ഷിക്കുന്നത് ഞാൻ ആ ബോക്സിലാണ്. മമ്മി ആ ബോക്സ് എടുത്ത് വന്നു. പെട്ടെന്ന് അവിടുത്തെ ഡോക്ടർ വന്ന് കണ്ടിട്ട് പറഞ്ഞു വേഗം കോഴിക്കോടേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ICU ആംബുലൻസിൽ പെട്ടെന്ന് തന്നെ കോഴിക്കോടേക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ആംബുലൻസിൽ കയറ്റി. ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും ഞാൻ ചേർത്ത് പിടിച്ച് മോൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് ഞാൻ ആംബുലൻസിൽ അവിടെ ഹോസ്പിറ്റൽ വരെ എത്തിയത്. സഞ്ചാരി മാതാവി ആരുമില്ല, അമ്മ കൂടെ വരണേ, എൻ്റെ മോനൊരാപത്തും വരുത്തല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചാണ് ഞാൻ എങ്ങനെ അവിടെ എത്തിയെന്ന് എൻ്റെ മാതാവിന് ഈശോയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞങ്ങൾ ആ സമയത്ത് പെട്ടെന്ന് ചെന്നവിടെ തന്നെ മോനെ, അന്ന് സൺഡേ ആയിരുന്നു, ജൂനിയർ ഡോക്ടേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ചെന്നവിടെ തന്നെ MRIക്ക് കയറ്റി. MRIക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ആരെങ്കിലും ഒരു ആണുങ്ങൾ ഒരാൾ വേണം അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു കൂടെ. അപ്പം ഞാൻ പെട്ടെന്ന് ബ്രദറിൻ്റെ അടുത്ത് ഞാൻ കാശുരൂപം കൊടുത്തിട്ട് പറഞ്ഞു ചേട്ടായി അകത്തോട്ട് കയറുകയാണല്ലോ, ഈ കാശുരൂപം വെച്ച് അവൻ MRI എടുക്കുമ്പോൾ അവൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. കാശുരൂപം ചേട്ടായിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. അങ്ങനെ ചേട്ടായി അകത്ത് കയറി. ആ സമയത്ത് ഞാൻ ഇന്നേ വരെ ഞാൻ പ്രത്യക്ഷീകരണം മാതാവിൻ്റെ പ്രാർത്ഥനകൾ ഏത് യാത്രയിലാണെങ്കിലും ഞാനത് മുടക്കാറില്ല. ആ സമയത്ത് ഞാൻ ആ റൂമിൻ്റെ അവിടെ ആ കസേര അവിടെ തന്നെ ഇരുന്ന് ഞാൻ എൻ്റെ സന്ധിക്കുള്ള പ്രാർത്ഥന ഞാൻ ചൊല്ലാൻ തുടങ്ങി. ആ സമയത്ത് മോൻ MRI എടുക്കുകയാണ് അകത്ത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് MRIൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ടിൽ ഒരു കുഴപ്പമില്ല, നോർമലാന്ന് പറഞ്ഞു. പെട്ടെന്ന് അവനെ പിന്നെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുത്തില്ല, ഫ്ലൂയിഡ് മാത്രമേ ഇട്ടുള്ളൂ. സീനിയർ ഡോക്ടേഴ്സ് പിറ്റേ ദിവസം വന്ന് കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം സീനിയർ ഡോക്ടേഴ്സ് ന്യൂറോളജിസ്റ്റൊക്കെ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു MRIയിലൊന്നും കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഉള്ളത് നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്ത് പരിശോധനയ്ക്ക് അയക്കണം എന്ന് പറഞ്ഞു. അതും കൂടി കേട്ടപ്പോൾ കൂടുതൽ ടെൻഷനായി. അപ്പോഴും ഞാൻ മാതാവിൽ വിശ്വസിച്ചു. ഞാൻ ഉടമ്പടി തൈലം അവൻ്റെ നെറ്റിയിൽ കുരിച്ചിട്ട് പ്രാർത്ഥിച്ചു. അവന് ഫ്ലൂയിഡ് കുത്തിയെടുക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ റിസൾട്ട് എല്ലാം നോർമലായിരിക്കണേ, അതിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ഫ്ലൂയിഡിൻ്റെ റിസൾട്ടും വന്നു. ആ റിസൾട്ടിലും മോൻ ഒരു കുഴപ്പമില്ല, എല്ലാ ടെസ്റ്റും എല്ലാ കൾച്ചർ റിപ്പോർട്ടടക്കം നോർമലായിരുന്നു, അതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം ICUയിൽ കിടന്നുള്ളൂ. ICUയിൽ കിടന്ന് 3-ാമത്തെ ദിവസം തന്നെ അവനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 4-ാമത്തെ ദിവസം രാവിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടേഴ്സ് വന്ന് കണ്ടിട്ട് പറഞ്ഞു, സീനിയർ ഡോക്ടർ വന്ന് കണ്ടിട്ട് പറഞ്ഞു അവന് കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാ ടെസ്റ്റ് റിസൾട്ടും ഒന്ന് കൗണ്ട് പോലും കുഴപ്പമില്ല, ഒരു ചെറിയൊരു വേരിയേഷനുള്ളൂ, വേറെ ഒരു ഇൻഫെക്ഷനും ഇല്ല, ആൻറ്റിബയോട്ടിക് എല്ലാം സ്റ്റോപ്പ് ചെയ്തോ, ഓറൽ മെഡിസിൻ ആക്കിയിട്ട് വീട്ടിൽ പൊക്കോന്ന് പറഞ്ഞിട്ട് 4-ാമത്തെ ദിവസം മോനെ ഡിസ്ചാർജ് ആക്കി. ഒരു കുഴപ്പമില്ല, പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു എൻ്റെ മകൻ. എൻ്റെ ഈശോയ്ക്ക് അമ്മ മാതാവിന് 1000 നന്ദി. 2-ാമത്തെ സാക്ഷി എന്ന് വെച്ചാൽ ആ സാക്ഷ്യം പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം അമ്മ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. കാരണം ഞാൻ ഉടമ്പടി പുതുക്കാൻ വരാൻ കുറച്ച് സമയം വൈകിപ്പോയായിരുന്നു. എനിക്ക് ഒരു PSC ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ പ്രാർത്ഥന നിയോഗം വെച്ചിരുന്നു. പക്ഷേ എനിക്ക് PSC ജോലി ലഭിച്ചില്ലായിരുന്നു. പക്ഷേ അതിന് ഞാൻ അന്നേരം ചെയ്തുകൊണ്ടിരുന്ന ജോലിയേക്കാൾ മികച്ചൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടിയായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അതിനൊരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ എന്നെക്കാളും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവരെ കണ്ടപ്പോൾ എനിക്ക് ടെൻഷനായി, ദൈവമേ ഞാൻ ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ എന്നൊക്കെ ഡൗട്ടായി. എങ്കിലും ഞാൻ മാതാവിൻ്റെ കാശുരൂപം എടുത്തു. ഞാൻ എക്സാം ഹാളിൽ കയറുമ്പോൾ ഉപ്പും എടുത്തു. ഞാൻ മേശയിൽ ഉപ്പൊക്കെ വെതറി വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാമിനിരുന്നത്. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഞാൻ മാതാവിൻ്റെ കാശുരൂപ ക്വസ്റ്റ്യൻ പേപ്പറിലോട് ചേർത്ത് വെച്ച് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തത്. ക്വസ്റ്റ്യനും ആൻസർ ഷീറ്റും അവരപ്പം തന്നെ മേടിച്ച് വെച്ചു. അതെന്തൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയെന്ന് എനിക്ക് പുറത്തിറങ്ങിയപ്പോൾ യാതൊരു ഇതുമില്ല. ഞാൻ എന്തൊക്കെ ആൻസറാണ് എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താവും എന്നോർത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അതിനകത്ത് സെക്കൻഡ് റാങ്ക് കിട്ടി കഴിഞ്ഞ് പിന്നെ പറഞ്ഞു ഒരു ഇൻ്റർവ്യൂവും കൂടി ഉണ്ട്, ആ ഇൻ്റർവ്യൂവും കൂടി ഒന്ന് കഴിഞ്ഞിട്ട് എക്സാം ലിസ്റ്റ് കൺഫേം ആവത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട് ഇൻ്റർവ്യൂവിന് മാതാവ് സഞ്ചാരി മാതാവിനെ വിളിച്ച് മാതാവ് ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു. കാശുരൂപവും കയ്യിൽ പിടിച്ച് ഞാൻ പറഞ്ഞു മാതാവ് ഇൻ്റർവ്യൂവിൽ മാതാവും വന്നിരിക്കണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇറങ്ങുന്നവരോടൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ ടെൻഷൻ. എന്നാലും മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് ഞാൻ കയറി. പക്ഷെ ഞാൻ കയറിയപ്പോൾ എന്നോട് ചോദിച്ചതെല്ലാം നല്ല ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് എല്ലാത്തിനും ആൻസർ ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് ലിസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് സെക്കൻഡ് റാങ്ക് തന്നെ കിട്ടി. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ എനിക്ക് ജോലിയും ലഭിച്ചു. മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. 3-ാമത്തെ ഒരു അനുഭവം എന്ന് വെച്ചാൽ എൻ്റെ മമ്മിയാണ് എൻ്റെ കൂടെയുള്ളത്. ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ മമ്മിക്ക് പെട്ടെന്ന്
ഒരു വെളുപ്പിന് ഒരു 2:30 ആയപ്പോഴേക്കും ഒരു വയറുവേദന വന്നു. മമ്മി ബാത്റൂമിലേക്ക് പോയി. പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ ഒന്ന് വൊമിറ്റ് ചെയ്തു, ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്തു, വയറിളകി ഒന്ന് പോയി. പെട്ടെന്ന് തന്നെ മമ്മി അവിടെ ആ ബാത്റൂമിൽ അവിടെ ഇരുന്ന് തന്നെ കൊളാപ്സ് ആയിപ്പോയി. കോൺഷ്യസ് ഒരു ബോധമില്ലാത്ത പോലെ ആയിപ്പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നല്ല, ഞാനും മമ്മിയും മോനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മമ്മീനെ പിടിച്ചിരിക്കുന്നു, എനിക്കൊരു ഹെൽപ്പിന് വിളിക്കാൻ പോലും ആരുമില്ല. ഞാനപ്പോൾ ചങ്ക് തകർന്ന് ഞാൻ സഞ്ചാരി മാതാവേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു, സഹായിക്കാൻ വരണേന്ന് പറഞ്ഞ് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മോൻ അപ്പുറത്ത് മുറി കിടക്കുന്നുണ്ട്, എന്നാലും ഞാൻ ഇവനെ വിളിച്ചു. അവൻ കേൾക്കുമല്ലോ എന്നറിയില്ല, നല്ല ഉറക്കത്തിലായിരുന്നു അവൻ. അപ്പം ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചു, മോനെ മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്തിട്ട് വാപ്പെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. പെട്ടെന്ന് അവൻ ചാടി എഴുന്നേറ്റ് ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് വന്നു. ഞാൻ ഉടമ്പടി തൈലം എടുത്ത് മമ്മിയുടെ നെറ്റിയിൽ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അടുത്ത വീട്ടിലുള്ളവർ എല്ലാവരും കൂടി വന്നു, പിടിച്ച് കട്ടിലേക്ക് പെട്ടെന്ന് കിടത്തിയപ്പോഴേക്കും മമ്മിക്ക് പെട്ടെന്ന് ബോധം വന്നു. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും BP എല്ലാം നോർമൽ, ഒരു കുഴപ്പമില്ലായിരുന്നു. അന്ന് രാവിലെ തന്നെ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മമാതാവിനും 1000 നന്ദി. ഇതിൽ ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മമാതാവ് ഈശോയും എനിക്ക് തന്നിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ 2 കെട്ട് പത്രം എല്ലാ മാസവും വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ, അതായത് പേഷ്യൻ്റെ കൂടെ ബൈസ്റ്റാൻഡറൊന്നും ഇല്ലാത്ത ഒരുപാട് പേഷ്യൻസ് വരും. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റും പോലെ അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും. ചിലപ്പോൾ വന്നവർക്ക് തിരിച്ചു പോകാൻ അവർക്ക് വണ്ടിക്കൂലി ഉണ്ടാകത്തില്ല. അപ്പോൾ അവർക്ക് എന്നെക്കൊണ്ടാകുമ്പോഴുള്ള പൈസ ഞാൻ പൈസയൊക്കെ കൊടുത്തു വിടും. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഓർഫനേജ് പോലെയുണ്ട്. അതായത് മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ നമുക്കിന്ന് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഓർഫനേജാണ്. അവിടെ പോയി ഞാൻ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത്, അവരുടെ നഖമൊക്കെ വെട്ടിക്കൊടുത്ത് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യും. അതൊക്കെ ചെയ്തിട്ടുണ്ട്. അരമണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട്. പിന്നെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു മുടക്കം പോലെ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ച യൂട്യൂബിൽ ധ്യാനം കാണുമായിരുന്നു. ഇത്രയും ധ്യാനം തന്ന ഈശോയ്ക്ക് അമ്മമാതാവിനും 1000 നന്ദി പറയുന്നു. പേര് ജയ്മോ എന്നാണ്. ആദ്യമായിട്ട് ഞാൻ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2024 മെയ് മാസം 11-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു, ഹൈ പ്രഷറായിരുന്നു. ആ അസുഖത്തിൻ്റെ പേരിൽ ഞാൻ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നപ്പോൾ എൻ്റെ തൊട്ടടുത്ത ബെഡിൽ ഇദ്ദേഹം ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ സ്റ്റേജിൽ, ഇദ്ദേഹത്തിന് വേദന എന്താണെന്നോ അല്ലെങ്കിൽ തൊട്ടതാരാണെന്നോ പോലും അറിയാത്ത കോമ സ്റ്റേജിൽ കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഞാൻ കാണുമ്പോൾ ആ ടൈമിൽ അത് കഴിഞ്ഞ് ഞാൻ നോർമലാക്കി ഞാൻ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ട് ഞാൻ വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ പോയി. അപ്പോഴേക്കും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്ന് ഇദ്ദേഹത്തെ കണ്ടു. ഇവിടുത്തെ മാതാവിൻ്റെ തൈലം ഇദ്ദേഹത്തെ നെറ്റിയിൽ കുരിശ് വരച്ച് എല്ലാ വെള്ളിയാഴ്ചകളിലും, അതിൽ കൂടിപ്പോയി 5 വെള്ളിയാഴ്ചകളിൽ ഞാൻ ഇദ്ദേഹത്തെ നെറ്റിയിൽ ഞാൻ കുരിശ് വരച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 6ാമത്തെ ആഴ്ചയിൽ ഞാൻ ഇദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ, പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ നഴ്സുമാർ ഇദ്ദേഹത്തെ ചുറ്റും കൂടി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചപ്പോഴേക്കും സിസ്റ്റർമാർ പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ ചോദിച്ചു ഇതാരാണ് വന്നേക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം സംസാരിക്കാൻ പറ്റില്ല. ഇദ്ദേഹം ആക്ഷനിലൂടെ പിതാവിനും പുത്രനും പറഞ്ഞു. അപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. എന്നുവെച്ചാൽ അതുവരെ കോമ സ്റ്റേജിൽ കിടന്ന ആൾ എന്നെ മനസ്സിലാക്കിയത് 6ാമത്തെ ആഴ്ചയിൽ ഇവിടുത്തെ മാതാവിൻ്റെ തൈലം പുരട്ടി 6ാമത്തെ ആഴ്ചയിൽ എന്നെ മനസ്സിലാക്കി. അന്ന് തുടങ്ങി വേദന എന്താണെന്നും അന്ന് തുടങ്ങി ആരൊക്കെയാണെന്നും അന്ന് തുടങ്ങി ഭക്ഷണം കഴിക്കാനും എല്ലാം നോർമലായി തുടങ്ങി. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു, വീട്ടിലേക്ക് പോയി. ഞാൻ പിന്നെ വീട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളും നോക്കുകയും ചെയ്തു. അവിടുത്തെ ഡോക്ടറൊക്കെ ഉപേക്ഷിച്ചെന്ന രീതിയിലായിരുന്നു നിന്നേച്ചത് ഇദ്ദേഹത്തെ. എങ്ങനെയെങ്കിലും ആ ഹോസ്പിറ്റലിൽ നിന്നുള്ള മാറ്റാമെന്നുള്ള രീതിയിലായിരുന്നു ഇദ്ദേഹത്തെ നിന്നേച്ചത്. ഞാൻ ആ സമയത്താണ് മാതാവ് എന്നെ അവിടെ എത്തിച്ചത്. ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും തോന്നിപ്പിച്ചതും
അതേ പിന്നെ ഞാൻ എൻ്റെ ഈ ഇടത്തെ കയ്യിൽ, എൻ്റെ വലത്തെ കയ്യിൽ ഇദ്ദേഹത്തിൻ്റെ ഇടം കൈ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ വിളിക്കും. ഇദ്ദേഹം ഇപ്പോൾ ഈ സ്റ്റേജിൽ ആക്കി നിർത്താൻ കാരണം മാതാവാണ്. എന്നുവെച്ചാൽ അത്രയും വലിയ അനുഗ്രഹമാണ് ഈ മാതാവ് ഇദ്ദേഹത്തെ കൊടുത്തത്. എന്നുവെച്ചാൽ കോമ സ്റ്റേജിലെ ഒരു വ്യക്തിയെ പോലും അറിയാതെ എല്ലാം സ്വന്തം അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ പിടിച്ച് നടക്കാമെന്നുള്ള ഈ സ്റ്റേജ് വരെ എത്തിച്ചത് മാതാവാണ്. അതിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഇതാണ്. ഇദ്ദേഹത്തെ അധികം നേരം ഇവിടെ നിർത്താൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അതെ. ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ ദുശീലങ്ങൾ ഉടമ്പടി എടുക്കണക്ക് മുമ്പ് എല്ലാ ദുശീലങ്ങളും ഉണ്ടായിരുന്നു. മദ്യപാനം, ആൻസ് കാര്യങ്ങളെല്ലാം ദുശീലങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു ദുശീലം ഒന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു വൈൻ പോലും ഒന്നും എനിക്ക് എൻ്റെ എല്ലാ ദുശീലങ്ങളും മാറ്റി തന്ന കൃപാസന മാതാവാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കാറ് വാങ്ങിക്കാൻ വളരെ ഏറെ ആഗ്രഹമുണ്ടായി, കാറ് മേടിക്കണമെന്ന്. ലൈസൻസ് എടുത്തിട്ട് കാറ് മേടിക്കാൻ എന്ത് ചെയ്യും എന്ന് ഞാൻ ആലോചിച്ച് നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ അനിയനും കൂടി ഓൺലൈനിൽ കാറ് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്യാൻ തുടങ്ങി. സെർച്ച് ചെയ്തു. അനിയൻ ഒരു കാറ് കണ്ടു, അതേപോലെ തന്നെ എൻ്റെ വൈഫും ഒരു കാറ് കണ്ടു. രണ്ടുപേര് കണ്ടതും ഒരേ കാറ് തന്നെ. അത് മാതാവിൻ്റെ ഗ്രേ കളറിലുള്ള ഒരു കാറാണ്. അത് ഇയോൺ. അത് ഞാൻ കോട്ടയം ഈരാറ്റുപേട്ടയിൽ പോയി ആ കാറ് സെലക്ട് ചെയ്ത് കണ്ട് മാതാവിനിക്ക് ആ കാറ് തന്നു. ഇപ്പോൾ ആ കാറിനാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. ആ അനുഗ്രഹവും എനിക്ക് മാതാവ് തന്നതാണ്. അതിനും മാതാവിന് ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയി രോഗികൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയോ ഒരു 5 പേർക്കെങ്കിലും ഭക്ഷണം ഞാൻ കൊടുക്കാതെ ഞാൻ എൻ്റെ ഭക്ഷണം, പ്രഭാത ഭക്ഷണം ഞാൻ കഴിക്കാറില്ല ഞായറാഴ്ചകളിൽ. ഞാൻ അങ്ങനെയാണ് കാരുണ്യപ്രവർത്തകർ. പിന്നെ എന്നോട് ആരും എന്ത് സഹായം, ഞാൻ ബൈക്കോ കാറോ ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ ആരാണ് കൈ നീട്ടുന്നത്, ഒരു ലിഫ്റ്റിനായിട്ട് ആരാണോ എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നത് അദ്ദേഹത്തെ ഞാൻ കയറ്റി, അദ്ദേഹത്തെ എവിടെയാണ് എത്തിക്കേണ്ടത് അവിടെ ഞാൻ എത്തിച്ചു കൊടുക്കും. അത് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഈശോ എന്നുള്ള ആ വിചാരത്തിൽ തന്നെ ഞാൻ ആരാണോ എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നത് അദ്ദേഹത്തെ ഞാൻ സഹായിക്കും. അതുപോലെ തന്നെ പത്രങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ, ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ വചനങ്ങൾ എഴുതി, ഇവിടുന്ന് ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്ന ഓരോ വചനങ്ങളിലും ഞാൻ അത് എൻ്റെ ബുക്കിൽ എഴുതിയെടുത്തിട്ട് ആ വചനങ്ങൾ ഞാൻ പത്രത്തിൽ എഴുതി അത് കൈകളിൽ, അർഹതപ്പെട്ട കൈകളിൽ ഞാൻ ആ പത്രം എത്തിക്കാറുണ്ട്. അതുകൂടാതെ എൻ്റെ പള്ളികളിൽ ഞാൻ ഓരോ പള്ളികളും സന്ദർശിക്കുമ്പോൾ അവിടെ ഇവിടേക്ക് ഇരിക്കുന്ന കൃപാസന പത്രങ്ങൾ അത് ഞാൻ എടുത്തിട്ട് പോയി അത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ അടുത്തും ഹോസ്പിറ്റലുകളിലും അർഹതപ്പെട്ടവരുടെ അടുത്ത് ആരുടെ മുമ്പിലാണ്. ചിലവരൊക്കെ വേണ്ടാന്ന് പറയും, ചിലവരൊക്കെ ദേഷ്യഭാവത്തോടെ നോക്കാറുണ്ട്. അതവരോടൊക്കെ എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഓക്കെ ചേട്ടാ കുഴപ്പമില്ല, ഓക്കെ ചേച്ചി കുഴപ്പമില്ല, അടുത്ത ആൾ കൊടുക്കും. സന്തോഷത്തോടെ ആര് സ്വീകരിക്കുന്നു അവർക്ക് ഞാൻ പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഞായറാഴ്ച പള്ളി ആകെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞായറാഴ്ചകളിൽ മാത്രമേ ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന വെച്ചുള്ളൂ. ഇപ്പം എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോയി പോകും. എല്ലാ ദിവസവും രാവിലെ 6:00 കുർബാന എല്ലാ ദിവസവും ഞാൻ കണ്ടിട്ടാണ്, കുർബാന കൂടിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അത് ഒരു ദിവസം പോലും മുടക്കം വന്നിട്ടില്ല ഇതുവരെ. പിന്നെ ഞാൻ കുടുംബ യൂണിറ്റിനൊന്നും പോകാത്ത ഒരാളായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു. കുടുംബ യൂണിറ്റിന് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു. എൻ്റെ അമ്മയും എൻ്റെ വൈഫൊക്കെ കുടുംബ യൂണിറ്റിന് പോകുമ്പോൾ ഞാൻ അവരെ വണ്ടിക്ക് കൊണ്ടുപോയി കുടുംബ യൂണിറ്റിൽ കൊണ്ടുപോയി എത്തിക്കും. എന്നിട്ട് ഞാൻ തിരിച്ചു പോരും. അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവ് എന്നെ
കുടുംബ യൂണിറ്റിലേക്ക് അടുപ്പിച്ചു. എൻ്റെ കുടുംബ യൂണിറ്റിൻ്റെ പേര് വേളാങ്കണ്ണി മാതാ കുടുംബ യൂണിറ്റ് എന്നാണ്. ഇപ്പോൾ മാതാവ് എന്നെ ഉയർത്തിയിരിക്കുന്നത് ആ കുടുംബ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിട്ടാണ്. വേളാങ്കണ്ണി മാതാ കുടുംബ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് എന്നെ മാതാവ് ഉയർത്തി. അത് എത്രയും വലിയ അനുഗ്രഹം തന്നതിന് ഞാൻ മാതാവിനോട് ഈശോയെപ്പോഴും നന്ദി പറയുന്നു. ഇത്രയും അനുഗ്രഹങ്ങളാണ് എനിക്ക് മാതാവ് തന്നത്. അതിന് ഞാൻ നന്ദി പറയുന്നു.